സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വജഅലു ബിഅംവാലിഹിം വബാഉ നഫൂസഹും ബിദീനിൽ ഹുദാ ഫീ കുല്ലി മൗദിഇൻ വസ്വതീൻ സ്വലാത്തും വതസ്ലീമുൻ അസ്കാ തഹിയ്യതി على المصطفى المختار خير البرية الله سبحانه وتعالى നമ്മുടെ അഹ്മാനികളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പോരായ്മകളൊക്കെ അല്ലാഹു പരിഹരിച്ചിട്ട് നമ്മുടെ പതിവ് നമ്മൾ ഇന്ന് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്നും നമുക്ക് സമയമില്ല. എപ്പോഴെങ്കിലും നമുക്കൊരവസരം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ടൊക്കെ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഇപ്പോൾ ഇന്നലെ രണാകുളത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു നേരിടാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് അസ്വദ് ബിൻ അബ്ദുൽ അസ്വദ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ വെട്ടേറ്റിൽ നിലംപതിച്ചു. ചരിത്രത്തിൽ കാണാം, പൂനൂൽ വേഷത്തിലാണ് ഹംസുല്ലാഹിന്റെ വിട്ടുവന്നത്. കഴുത്തിന്റെ ഈ ഭാഗത്തിലൂടെ ഇങ്ങനെയാണ് വിട്ടുവന്നത്. അതായത് 1.25 കഷ്ണം പറയാൻ കാര്യം 1.25 കഷ്ണമായി രണാകുളത്തിൽ വീട്. ഈ രണാകുളത്തിൽ വീട് കിടക്കുന്നത് കാണുകയാണ് അബൂജഹൽ കൂട്ടരും. അവർ പറഞ്ഞു, അല്ല, അസ്വദ് വീട് കിടക്കുമ്പോ ഇവര് ഷോക്കായിട്ട് പോയി. കാരണം എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ധീരനും സമർത്ഥനുമാണ് ഈ വീട് കിടക്കുന്നത്. ഇവർ പരസ്പരം പറയാൻ തുടങ്ങി, അസ്വദ് മരിക്കുമോ, അസ്വദ് വീഴുമോ, നമ്മൾ എന്താണ് കാണുന്നത് വരെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അസ്വദ് 2 കഷ്ണമായി വീട് കിടക്കുന്നു. ഉടനെ തന്നെ അബൂജഹലിന്റെ ഭാഗത്ത് നിന്ന് 3 ആളുകൾ രണാകുളത്തിലേക്ക് ഇറങ്ങുന്നു. എന്തിനാ വേണ്ടി? ഇവരെ വകവരുത്താൻ. ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്താൻ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വകവരുത്താൻ വേണ്ടി 3 ആളുകൾ ശത്രുപക്ഷത്തു നിന്ന് രണാകുളത്തിലേക്ക് ഇറങ്ങി. ആരാണത്? ഉത്ബത്ത്, ശൈബത്ത്, വലീദ്. ഉത്ബത്ത്, ശൈബത്ത്, വലീദ്. ഈ 3 ആളുകൾ രണാകുളത്തിൽ ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. അതങ്ങനെയൊന്നല്ല. അതിനു മുമ്പ് മദീനക്കാരായ ആളുകൾ ഇറങ്ങിയപ്പോ ഇവര് ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പൊ ഞങ്ങൾ മദീനക്കാരാണ്. മദീനക്കാരായ ആളുകൾ ഞങ്ങൾ എന്താക്കണ്ട, ഞങ്ങൾക്ക് ശത്രുതയില്ല, ഞങ്ങൾക്ക് മക്കക്കാര് തന്നെ വേണം എന്ന്